ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഓ ഗായ്സ്, ഞാൻ രാവിലെ എക്സസൈസ് ചെയ്യാമെന്ന് വിചാരിച്ച് ചെയ്തതാണ് കേട്ടോ. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായ്സ്. അപ്പം നിങ്ങൾ എൻ്റെ ട്രെയിനിൻ്റെ ഒരു സ്റ്റോറി വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മളൊരു ട്രെയിനിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ജി വാഗൺ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ജി വാഗൺ ഇവിടുത്തെ പോലീസ് എല്ലാം തീരുമാനിച്ച് നമുക്ക് ജി വാഗൺ തരാൻ പോവാണ് ഗൈസ്. സോ നമുക്ക് ആദ്യം തന്നെ ഒരു നമ്മുടെ പോലീസ് സ്റ്റേഷൻ ഉണ്ടാകും, നമുക്ക് അങ്ങോട്ട് പോവാട്ടോ. ഓക്കെ ഗൈസ്, നമ്മളിതാ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചോദിച്ചു നോക്കാം. സാറേ, ഇന്ന് എനിക്ക് ജി വാഗൺ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ, ജി വാഗൺ അല്ലേ? അതിന്ന് വൈകുന്നേരം ആ സ്റ്റേജിൻ്റെ അവിടെ ഇല്ലേ, അവിടെ വന്നാൽ മതി. അവിടെ വെച്ചാണ് നിനക്ക് തരുന്നത്. ആ, ഓക്കെ സാറേ, ഓക്കെ. ഓക്കെ ഗൈസ്, നമുക്കിന്ന് വൈകുന്നേരം വരെ വെയിറ്റ് ചെയ്യണം ജി വാഗണ് വേണ്ടിയിട്ട്. ഇവിടെ അടുത്തൊരു സ്റ്റേജ് ഉണ്ട് ഗൈസ്, അവിടെയാണ് എനിക്ക് ജി വാഗൺ തരുന്ന പരിപാടിയല്ല. നമുക്ക് ഈ ചേട്ടനോട് ലിഫ്റ്റ് വയ്ക്കാം. ചേട്ടാ. ഓക്കെ ഗൈസ്, നമുക്ക് ജി വാഗൺ തരാൻ പോകുന്ന സ്ഥലം ഇതാണ് കേട്ടോ. ഇവിടെ പുതിയ സ്റ്റേജൊക്കെ വന്നിട്ടുണ്ട്. കണ്ടോ ഗൈസ്, ഇത് ഇവിടെ സ്റ്റെപ്പ് ഉണ്ട്. ഇവിടെ മൊത്തം പുല്ലൊക്കെ ഫിറ്റ് ചെയ്ത് ഗൈസ്, നമ്മൾ ടർഫിൽ പിടിപ്പിക്കുന്ന പോലത്തെ പുല്ലൊക്കെ ഫിറ്റ് ചെയ്ത് ഇവിടെ സ്റ്റേജ് നല്ല സെറ്റാക്കിയിട്ടുണ്ട് ഗൈസ്. സ്റ്റെപ്പ് ഉണ്ട് ഇവിടെ. നമുക്ക് സ്റ്റെപ്പ് ഒന്നും വേണ്ട ഗൈസ്. ഇത് കാർ ഇറക്കാൻ വേണ്ടി ആക്കിയിരിക്കുന്ന വഴിയാണെന്ന് തോന്നുന്നു ഗൈസ്. കാർ കയറ്റാനും ഇറക്കാനും ഇവിടെ നിന്നായിരിക്കും നമുക്ക് മിക്കവാറും ജി വാഗൺ തരുന്നത് ഗൈസ്. സന്ധ്യക്കൊക്കെയാണ് പരിപാടി. നമുക്ക് രാത്രി ആവുന്നവരെ കാത്തിരിക്കണം. അയ്യോ ഗൈസ്, നമുക്കിപ്പോൾ എന്തായാലും വീട്ടിൽ പോവാട്ടോ. ഓക്കെ ഗൈസ്, ഇതാ നമ്മൾ ജി വാഗൺ അവിടെ വന്നിട്ടുണ്ട് ഗൈസ്. ഇനി നമ്മുടെ ഈ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം കേട്ടോ. ഓക്കെ ഗൈസ്, നമ്മളെ സ്റ്റേജിലോട്ട് വിളിച്ചിരിക്കുകയാണ് ജി വാഗൺ എടുക്കാൻ വേണ്ടി. നമുക്ക് താക്കോലൊക്കെ തന്നിട്ടുണ്ട് ഗൈസ്. നമ്മുടെ പുതിയ ജി വാഗൺ ഇതാണ് ഗൈസ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ട്രെയിനിനെ നമ്മുടെ ജി വാഗൺ വെച്ചിട്ടാണ് നമ്മൾ ട്രെയിനിനെ രക്ഷപ്പെടുത്തിയത് ഗൈസ്. ഓക്കെ ഗൈസ്, ഹെഡ്ലൈറ്റൊക്കെ വർക്കിംഗ് ആണ്. ഇപ്പോൾ അത്യാവശ്യം ഇവിടെ ഹെഡ്ലൈറ്റ് ഉണ്ട് ഗൈസ്. അതുകൊണ്ട് അത്യാവശ്യം സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട് ഗൈസ്. പിന്നെ എന്നിട്ട് ഹെഡ്ലൈറ്റ്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ പുതിയ ജി വാഗണും എടുത്ത് നമ്മുടെ സ്റ്റേജിൽ നിന്ന് ഇറങ്ങുകയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നാളെ ഈ ജി വാഗൺ വെച്ച് എന്തായാലും അടിച്ചു പൊളിക്കണം ഗൈസ്. ഇപ്പം നമുക്ക് ഏതായാലും നമ്മളെ വീട്ടിൽ പോയേക്കാം. ഓക്കെ ഗൈസ്, നമ്മളിതാ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് നാളെ രാവിലെ കാണാം. ഇപ്പം തന്നെ കുറേ സമയം വൈകിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അങ്ങനെ രാവിലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ജി വാഗൺ കൊണ്ട് നമ്മളെ കൂട്ടുകാരനെയൊക്കെ കാണിച്ചിട്ട് വരാം കേട്ടോ. ഓക്കെ ഗൈസ്, നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. സോ നമുക്ക് അങ്ങോട്ട് പോയിട്ട് വരാം. ഓയ്യോ ഗൈസ്, നമ്മുടെ വണ്ടി മൊത്തം പൊളിഞ്ഞു പോയി ഗൈസ്. അവസാനം നമ്മുടെ വണ്ടി ഇതേ ഗ്യാരേജിൽ എത്തിച്ചിട്ടുണ്ട് കേട്ടോ. ഗൈസ്, ഇനി നമുക്ക് ഈ വണ്ടി എടുത്തിട്ട് നേരെ ഗ്യാരേജിൻ്റെ ആൾക്ക് കൊണ്ട് കൊടുക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, അങ്ങനെ ഞാൻ ജി വാഗണൊക്കെ അവിടെ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ചേട്ടൻ നന്നാക്കി തരാൻ വേണ്ടിയിട്ട് 2-3 ആഴ്ച എടുക്കുന്നതാണ് ഗൈസ് പറഞ്ഞത്. അതുവരെ നമുക്കൊരു സെക്കൻഡ് ഹാൻഡ് ഫോർച്യൂണർ തന്നിട്ടുണ്ട്. നമ്മുടെ കയ്യിലും കൂടെ ആയപ്പോൾ തേർഡ് ഹാൻഡ് ആയി ഗൈസ്.